നമസ്കാരം, ഞാൻ വിഷ്ണു. നമ്മുടെ ചാനലായ ഹെവൻലി ഹേർഡ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഭാരതത്തിൽ ഒരു കാലത്ത് ഏകദേശം 300ഓളം നാടൻ പശുക്കളുടെ ബ്രീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏകദേശം 40 എണ്ണം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അവിടെയൊക്കെ എങ്ങനെ നശിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ 40 എണ്ണത്തിൽ തന്നെ ശുദ്ധജനസിലുള്ള 5 എണ്ണത്തിലൊന്നാണ് കാങ്ക്രേജ് പശുക്കൾ. ആ കാങ്ക്രേജ് പശുക്കളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓരോ ഭാരതീയരും കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇവയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയുടെ കാർഷിക മേഖലയും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയും ഈ പശുക്കൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവയുടെ സൗന്ദര്യവും തലയെടുപ്പും എല്ലാം എല്ലാവർക്കും ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ പശുക്കളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും. നമസ്കാരം. ഭാരതത്തിലെ നാടൻ പശുക്കളിൽ പ്രധാന ഒരു ഇനമാണ് കാങ്ക്രേജ് പശുക്കൾ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൻ്റെ വരണ്ട പ്രദേശത്തു നിന്നും അയൽ സംസ്ഥാനമായ രാജസ്ഥാനിൽ നിന്നുമാണ് കാങ്ക്രേജ് പശുക്കളുടെ ഉദ്ഭവം. ആകാരഭംഗി കൊണ്ടും കരുത്തുകൊണ്ടും ആരുടെയും മനം കവരുന്ന ഒരു ഇനം തന്നെയാണ് കാങ്ക്രേജ് പശുക്കൾ. ചൂട്, രോഗങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധശേഷി, തുച്ഛമായ തീറ്റയിൽ തഴച്ചു വളരുവാനുള്ള ഇവയുടെ കഴിവ്, പോഷകമൂല്യം കൂടിയ പാലുൽപാദനം ഇവയെല്ലാമാണ് കാങ്ക്രേജ് പശുക്കളുടെ സവിശേഷതകൾ. മോഹൻജദാരോ സംസ്കാരത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ അവശിഷ്ടങ്ങളിൽ പലതിലും കാങ്ക്രേജ് പശുക്കൾ എന്ന് തോന്നിപ്പിക്കുന്ന രൂപങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിയിലും ഗതാഗതത്തിലും സമ്പദ് വ്യവസ്ഥാ രൂപീകരണത്തിലും പോഷകാഹാര ലഭ്യതയിലും ഈ ഇനം പശുക്കൾ മനുഷ്യനെ വളരെയധികം സഹായിക്കുന്നു. ഏകദേശം 1870 മുതൽ കാങ്ക്രേജ് കാളകളെയും പശുക്കളെയും ബ്രസീലിലേക്ക് കയറ്റുമതി ചെയ്തു. അവിടെ ഗുസേറ ഇനത്തെ സൃഷ്ടിക്കുവാൻ ഇവയെ ഉപയോഗിച്ചു. പിന്നീട് അമേരിക്കയിൽ ബ്രഹ്മനെ സൃഷ്ടിക്കുവാനും ഇതിനെ ഉപയോഗിച്ചു. ഇന്ത്യയിലും വിദേശത്തുമായി പല ഇനം സങ്കരയിനം പശുക്കളെ സൃഷ്ടിക്കാൻ നാടൻ പശുക്കളെ ഉപയോഗിക്കുന്നത് നാടൻ പശുക്കളുടെ വംശനാശം ഉണ്ടാക്കുന്നതിന് ഒരു കാരണമായി ഇന്നും നിലനിൽക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവ് സമൂഹത്തിൽ എല്ലാവരുടെ അടുത്തും എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഫാമിലിയിലും എല്ലായിടത്തും ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഒന്നും മറക്കരുതെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം.